ഇനി വൈക്കം വിജയലക്ഷ്മിയുടെ ശബ്ദത്തിൽ പാടുവാണെങ്കിൽ എങ്ങനെ പാടും? ഓലഞ്ഞാലിക്കുരുവി ഇളം കാറ്റിലാടി വരു നീ, കൂട്ടുകൂടി കിണുങ്ങി മിഴിപ്പീലി മെല്ലെ തഴുകി. ഓലഞ്ഞാലിക്കുരുവി ഇളം കാറ്റിലാടി വരു നീ, കൂട്ടുകൂടി കിണുങ്ങി മിഴിപ്പീലി മെല്ലെ തഴുകി. നറുചിരി നാലു മണി പൂവ് പോൽ വിരിഞ്ഞുവോ, ചെറുമഷി തണ്ടു നീട്ടി വന്നെടുത്തു നിന്നുവോ, മണിമധുരം നുണയും കനവിൻ മഴയിലോ നനയും ഞാനാദ്യമായി. ഓലഞ്ഞാലിക്കുരുവി ഇളം കാറ്റിലാടി വരു നീ, കൂട്ടുകൂടി കിണുങ്ങി മിഴിപ്പീലി മെല്ലെ തഴുകി. ജയേട്ടൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ശബ്ദം തുറന്നങ്ങോട്ട് പാടുക എന്നുള്ളതാണ് വിജയലക്ഷ്മിയുടെ ഒരു പ്രത്യേകത. അദ്ദേഹം വേറൊന്നും കൂടി പറഞ്ഞു, അദ്ദേഹത്തെ പോലെ ഇത്രയും ദീർഘകാലം സംഗീതത്തിൻ്റെ സമുദ്രത്തിൽ നിന്ന് തുടിക്കുന്ന ഒരാൾ പറയുകയാണ്, നല്ലൊരു ഭാവി ഇനി വിജയലക്ഷ്മിക്കുണ്ട്. വിജയലക്ഷ്മിക്ക് മറ്റ് സാധാരണ എല്ലാവർക്കും ഉണ്ടാകുന്നത് പോലെ ചില ഉദ്ദേശ ലക്ഷ്യങ്ങൾ മനസ്സിലുണ്ടാവില്ലേ? അപ്പം ആദ്യം ജീവിതത്തെക്കുറിച്ചൊന്നും വലിയ സങ്കല്പങ്ങൾ ഉണ്ടായിരുന്നില്ലെങ്കിൽ പോലും ദാസേട്ടന് ദക്ഷിണ കൊടുത്ത ആ നിമിഷത്തിൽ എനിക്ക് കുറച്ചുകൂടെ എനർജി ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞതുപോലെ ഇപ്പം കേരളം വിജയലക്ഷ്മിയിൽ ഒരുപാട് പ്രതീക്ഷകൾ അർപ്പിക്കുന്നുണ്ട്. വിജയലക്ഷ്മി എന്ത് പ്രതീക്ഷയാണ് വിജയലക്ഷ്മി ഇത് അർപ്പിക്കുന്നത്? ഇപ്പോൾ ഇനി എന്താകണം? ഇവിടെ നിന്നാൽ മതിയോ? ഇങ്ങനെ ഈ സംഗീതം പഠിച്ചുകൊണ്ടേയിരിക്കുക, അപൂർവരാഗങ്ങൾ ഇനിയും പഠിച്ചുകൊണ്ടേയിരിക്കുക, റിസർച്ച് നടത്തിക്കൊണ്ടേയിരിക്കുക, പിന്നെ പ്രധാനമായിട്ട് കാഴ്ച കിട്ടുക, പിന്നെ അങ്ങനെ സംഗീതത്തിൽ തന്നെ മുന്നോട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോവുക. അതിന് പ്രേക്ഷകരുടെയും പിന്നെ ഭഗവാന്റെ അനുഗ്രഹവും പ്രേക്ഷകരുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും ഉണ്ടാകണം നിങ്ങളുടെ എല്ലാവരുടെയും. വിജയലക്ഷ്മി ഇപ്പോൾ മലയാളികളുടെ പ്രിയങ്കരിയാണ്. എന്തായാലും മറ്റു ഭാഷകളിലേക്കും വരുന്നുണ്ട്. ഉണ്ട്, തമിഴിൽ പാടിയിട്ടുണ്ട്. തമിഴിൽ പാടി, ആ തമിഴ് പാടിയ പാട്ട് കൂടെ വളരെ ശ്രദ്ധേയമായി. നമുക്ക് അതിൻ്റെ ഒരു 2 വരിയും കൂടി കേട്ടാ? ഓക്കെ. പുതിയ ഉലകை தேடி போகிறேன் என்னை விடு, பிரிவில் தொடங்கி பூத்ததை பிரிவில் முடிந்து போகிறேன், மீண்டும் நான் மீளப் போகிறேன், தூரமாய் வாழப் போகிறேன், புதிய உலகை தேடி போகிறேன் என்னை விடு. മനോഹരമായിരിക്കുന്നു. ഇതിൽ എന്തായാലും വിജയലക്ഷ്മി കേരളക്കരയിൽ നിന്ന് തമിഴ്നാട് കരയിലേക്ക് എത്തി. അങ്ങനെ ദക്ഷിണേന്ത്യയിലെ സിനിമ ഗാനാലാപനത്തിൽ വലിയൊരു സ്ഥാനം ഉറപ്പിച്ചിരിക്കുകയാണ്. ഇനി ആ ഒരു പോക്ക് അവിടെ അവസാനിക്കുന്നില്ല കേട്ടാ, അങ്ങ് പോവും അങ്ങോട്ട്. അതെ, ഞാൻ പാടി അഭിനയിച്ചിട്ടുണ്ട് മലയാളം സിനിമയിൽ. യെസ്. വിജയലക്ഷ്മിയുടെ ജീവിതത്തിലെ എല്ലാ ഏടുകളും ഞങ്ങൾ ഇവിടെ ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. ഒന്നുപോലും ഞങ്ങൾ വിട്ടിട്ടില്ല. ഒരു സുഹൃത്തിന് എന്തോ കാര്യം പറയാനുണ്ട്. സുഹൃത്തിന്റെ ശബ്ദം കേട്ടാൽ മനസ്സിലാവും ഏതാ സുഹൃത്ത്. വിജയലക്ഷ്മി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട സിംഗറാണ്. അപ്പോൾ ഞങ്ങൾ ഇടയ്ക്ക് സംസാരിക്കാറുണ്ട്, ഫോണിൽ വിളിക്കാറുണ്ട്. വിളിക്കുമ്പോൾ പോലും സംസാരിക്കുന്ന പോലും പാട്ടിൻ്റെ രൂപത്തിലാണ്. ഇപ്പോൾ ഞാനിപ്പോൾ എവിടെയാണെങ്കിലും തന്നെ ഇപ്പോൾ എന്നോട് ചോദിക്കുന്നത് ഇങ്ങനെ ആയിരിക്കും, എവിടെയാണ്, ഫുൾ സംഗതിയാണ്. ഇപ്പോൾ എൻ്റെ ഒരു പാട്ടിറങ്ങിയാൽ പോലും അത് എനിക്ക് പാടിത്തരും, അത് സംഗതിയുടെ രൂപത്തിലായിരിക്കും. അപ്പോൾ വളരെ പ്രത്യേക സന്തോഷം. അപ്പോൾ എനിക്ക് വിജയലക്ഷ്മിയോട് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ ഇതാണ്, ഇപ്പോൾ തമിഴിൽ മലയാളത്തിൽ നല്ല പാട്ടുകൾ പാടുന്നുണ്ട്, അതുപോലെ തന്നെ തമിഴിൽ ഇപ്പോൾ പാടി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഡി ഇമാൻ പോലുള്ള മ്യൂസിക് ഡയറക്ടറുടെ കീഴിൽ വളരെ നല്ല പാട്ടുകൾ ഇപ്പോൾ പാടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇവിടത്തെയും അവിടെയുള്ള ഒരു ഡിഫറൻസ് ഒരു എന്താണെന്ന് അറിഞ്ഞാൽ കൊള്ളാം. ഹലോ നജീം വർഷാദ്, നമ്മുടെ ആളല്ലേ? യോ 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 ഞാൻ അങ്ങനെ വിളിക്കുന്നത്. ഫീൽ രണ്ടുപേരും ഒരു വ്യത്യാസമില്ല കേട്ടോ. അത് ഇപ്പോൾ മലയാളത്തിലെ പോലെ തമിഴിൽ ഉച്ചാരണം പഠിക്കാനൊന്നും എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. കാരണം കീർത്തനങ്ങളൊക്കെ തമിഴ് കീർത്തനങ്ങളൊക്കെ പാടുന്നുണ്ട്. പിന്നെ 5 വർഷം ചെന്നൈയിലിരുന്നതല്ലേ, അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പഠിക്കാൻ ഒരു വ്യത്യാസമായിട്ടൊന്നും തോന്നിയിട്ടില്ല. രണ്ടും നല്ല ഇതായിട്ട് തന്നെ തോന്നിയിരിക്കുന്നു. ഒരു വ്യത്യാസമില്ല, പഠിക്കാനൊരു ബുദ്ധിമുട്ടുമില്ല, നല്ല സുഖമാണ്. ഏത് പാട്ടും വിജയലക്ഷ്മിക്ക് വഴങ്ങും.
അല്ലേ? അതെ, അങ്ങനെയാണ് ഇത് വന്ന് കേട്ടോ. അങ്ങനെയാണ് അതിൻ്റെ ഇത്. നല്ലൊരു പാട്ടിൻ്റെ ഒരു സംഗീത സംവിധാനം കൂടി നിർമ്മിക്കും. അങ്ങനെ ചെയ്താലോ എന്ന് ആലോചിക്കും. അത് പറഞ്ഞ നന്നായി കേട്ടോ. അപ്പോൾ മനസ്സിലിപ്പോൾ ഞാൻ മനസ്സിലാക്കി അതാണ് കേട്ടാ. ചെയ്താലോ. അപ്പോൾ നല്ലൊരു സംഗീത സംവിധായകനായി ഉരുത്തിരിയണമെന്നുള്ളൊരു ആഗ്രഹം കൂടി വിജയലക്ഷ്മിക്കുണ്ട്. ചിലതൊക്കെ ചിട്ടപ്പെടുത്തി തുടങ്ങിയ ക്ലാസിക്കൽ ഇപ്പം ചെയ്തിട്ടുള്ളൂ, സിനിമയിലായിട്ടില്ല കേട്ടോ, റെഡിയില്ല. അങ്ങനെ ഭക്തിഗാനങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. നല്ലൊരു ഭക്തിഗാനം പാടിയാലോ നമുക്ക്? ഇന്ദു കലാധര ഗൗരി വല്ലഭ പള്ളിപ്പുറത്തപ്പ സച്ചിന്മയ. ഇന്ദു കലാധര ഗൗരി വല്ലഭ പള്ളിപ്പുറത്തപ്പ സച്ചിന്മയ. കൂപ്പുന്നു കൈയുകൾ നിറയുന്നു കണ്ണുകൾ. കൂപ്പുന്നു കൈയുകൾ നിറയുന്നു കണ്ണുകൾ. അനുഗ്രഹം ചൊരിയൂ ജഗദീശ്വര. കൂപ്പുന്നു കൈയുകൾ നിറയുന്നു കണ്ണുകൾ. അനുഗ്രഹം ചൊരിയൂ ജഗദീശ്വര. ഇന്ദു കലാധര ഗൗരി വല്ലഭ പള്ളിപ്പുറത്തപ്പ സച്ചിന്മയ. വിജയലക്ഷ്മിക്ക് സംഗീതത്തിൻ്റെ ലോകത്ത് ഇനിയും ചിറക് വടർത്തി ഒരുപാട് പറക്കട്ടെ, ഉയരങ്ങളിലേക്കും ദൂരങ്ങളിലേക്കും. താങ്ക് യു. ശാസ്ത്രം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പുരോഗതിയിൽ വിജയലക്ഷ്മിയുടെ ഞരമ്പുകളെ ഉത്തേജിപ്പിക്കാൻ കഴിയുന്ന ഒരു വൈദ്യ ഗവേഷണ സാധ്യത ഉരുത്തിരിഞ്ഞുകൊണ്ട് വിജയലക്ഷ്മിയുടെ ഈ സുന്ദരമായ 2 കണ്ണുകൾക്ക് ദീപ്തി ലഭിക്കട്ടെ. താങ്ക് യു വെരി മച്ച് സർ. ഈ 2 കാര്യങ്ങളും സംഭവിക്കണം. അതുപോലെ സർവമംഗളങ്ങളും വിജയലക്ഷ്മിക്ക് നേർന്നുകൊണ്ട് ഇത്രയും നേരം വിജയലക്ഷ്മി ഞങ്ങളോടൊപ്പം സംസാരിച്ച് പാടി സമയം ചെലവഴിച്ചതിന് വലിയ നന്ദിയൊന്നും ഞാൻ പറയുന്നില്ല. എന്താ കാരണം വിജയലക്ഷ്മി എൻ്റെ കൊച്ചു സഹോദരിയെ പോലെയാണ്. ഞാനാണ് നന്ദി പറയേണ്ടത്. ഒരു സഹോദരൻ്റെ ഇടയിൽ നന്ദിയുടെ ആവശ്യമില്ല. ആവശ്യമില്ല. ഓക്കെ വിജയലക്ഷ്മി, താങ്ക് യു വെരി മച്ച്. താങ്ക് യു.